LIC ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സംസ്ഥാനമാകെ LIC ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അതുവരെ തുടരും പ്രതിഷേധം, ഭാരതമാകെ പടർന്നിടും. ഏജന്റായി തുടരുമ്പോൾ ജീവനപായം വന്നാലോ ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിധിയത്. തിരൂരിൽ നടന്ന ധർണാ സമരം AARTWF അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കണം. അവിടെ പണിയുന്ന തൊഴിലാളികളാണ്. LIC ഏജന്റുമാരാണ് സ്ഥാപനം നിലനിർത്തുന്നത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. LIC ഏജന്റുമാരാണ് സ്ഥാപനത്തിന് നട്ടല് എന്ന് മനസ്സിലാക്കി ആ LIC ഏജന്റുമാർക്ക് ആവശ്യമായ പ്രോത്സാഹനം, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, അവരെ എല്ലാ നിലക്കും പരിഗണിക്കുന്നു. ആ ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു വരികയാണ്. അതിന് കാരണം എന്താണ്? അപ്പുറത്ത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ആ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കകത്ത് ഈ വരുമാനം പോലും ഇല്ലല്ലോ. അവിടെ ഒരു ഫീൽഡ് ഓഫീസറായിട്ട് ചെന്നാൽ 15,000 ഉറുപ്പ്യാണ്. സംഗതി കോട്ടുണ്ടായൊക്കെ ഉണ്ടാവും. പക്ഷേ വരുമാനം എത്രയാണ്? 15,000, 12,000. അങ്ങനെ ചുരുങ്ങിയ കൂലിക്ക് പണിയെടുപ്പിക്കുന്ന കേന്ദ്രമായിട്ട് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ മാറുമ്പോൾ എത്രയോ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് മെച്ചപ്പെട്ട വേതനം നേടിയെടുത്ത മേഖലയാണ് ഈ LIC ജീവനക്കാരും. അത് ഇല്ലാതാക്കാനുള്ള നീക്കം ഏത് മേഖലക്കുണ്ടായാലും അതിനെ ചെറുക്കാൻ തൊഴിലാളികൾ തയ്യാറാവണം. അതിന് LIC AOI മുന്നോട്ട് വെച്ചുള്ള ഡിമാൻഡുകൾ, ആ ഡിമാൻഡുകൾ അംഗീകരിപ്പിക്കാൻ അതിശക്തമായ സമരം, പാർലമെന്റ് മാർച്ചും പണിമുടക്കും, അങ്ങനെയുള്ള അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രായപരിധി ഉയർത്തുക, ചുരുങ്ങിയ ഇൻഷുറൻസ് തുക 1 ലക്ഷമാക്കുക, ചാർട്ടേഡ് ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ബ്രാഞ്ച് പ്രസിഡന്റ് പ്രീത മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കമ്മിറ്റി അംഗം KG സെൽമാബായ്, ജില്ലാ സെക്രട്ടറി P. ശ്രീനിവാസൻ, ഡിവിഷൻ കമ്മിറ്റി അംഗം N. വേണുഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം VV സത്യാനന്ദൻ, ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് യൂണിയൻ സെക്രട്ടറി GS ശ്രുതീഷ്, എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി വിനീത് C, മധു P, മണികണ്ഠൻ C, VM വിലാസിനി എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി K. പ്രശാന്ത് സ്വാഗതവും B. രാജേഷ് നന്ദിയും പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുന്നിലും തിരൂർ ബ്രാഞ്ചിന്റെ മുന്നിൽ നമ്മൾ സമരം നടത്തുകയുണ്ടായി. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ സമരം. നമ്മുടെ ചാർട്ട് ഓഫ് ഡിമാൻഡ്സ് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ സമരം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. നമുക്ക് തന്നുകൊണ്ടിരുന്ന നമ്മുടെ കമ്മീഷൻ 20% വെട്ടിക്കുറച്ചത്. ഒരിക്കലും നീതീകരിക്കാനാവാത്ത നമ്മളോട് ചെയ്തിട്ടുള്ള കൊടും പാതകമാണ് LIC മാനേജ്മെന്റും കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി വർഗവും ചെയ്തത്. ഇതിനെതിരെ ആദ്യമായി പ്രതികരിച്ച സംഘടന നമ്മുടേതാണ്. 2024 ഒക്ടോബർ 1 റീഫൈലിംഗിന്റെ പേരിൽ LICയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന LIC ആക്കി മാറ്റിയ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിന് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ സമ്പത്ത് സംഭാവന ചെയ്യുന്ന LICയുടെ ഏജന്റുമാരുടെ കമ്മീഷൻ 20% വെട്ടിക്കുറച്ചുകൊണ്ടാണ് നമ്മളോട് നീതികേട് കാണിച്ചത്. എന്നാൽ മാനേജ്മെന്റും കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി വർഗവും നമ്മോട് മാത്രമല്ല നീതികേട് കാണിച്ചത്, ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളോടും. അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതാക്കുന്ന തരത്തിൽ 2 ലക്ഷം സമ്മശോടെ 1 ലക്ഷമാക്കി കുറച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ കാണാത്ത ഒരു വിഭാഗമായി LIC മാനേജ്മെന്റും കേന്ദ്ര ഭരണാധികാരികളും മാറി എന്നതിന്റെ തുടർച്ചയാണ്. അതിനെതിരെയുള്ള വമ്പിച്ച പ്രതിഷേധമാണ് ഒക്ടോബർ 3 മുതൽ നമ്മുടെ സംഘടന ഏറ്റെടുത്ത് നടപ്പാക്കിയത്.